മനുഷ്യപുത്രൻ ശാബത്തിനും കർത്താവാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഈ വാക്യം അർത്ഥമാക്കുന്നു, ശബ്ബത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. അവൻ്റെ ശിഷ്യന്മാർ ശബ്ബത്തിൽ ധാന്യം പറിച്ചതിനാൽ പരീശന്മാർ അസ്വസ്ഥരായി. അവർ നിയമം ലംഘിച്ചു എന്ന് അവർ കരുതി. എന്നാൽ ശബ്ബത്ത് ആളുകളെ സഹായിക്കാനാണെന്നും കർശനമായ നിയമങ്ങളാൽ അവരെ ഭാരപ്പെടുത്താനുള്ളതല്ല എന്നും യേശു ഇവിടെ അവരെ ഓർമ്മിപ്പിക്കുന്നു. തന്നെ തന്നെ ശബ്ബത്തിൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്നതിലൂടെ താൻ ശബ്ബത്തിനേക്കാൾ വലിയവനാണ് എന്നും അതിൻ്റെ ഉദ്ദേശ്യം നിർവചിക്കാനുള്ള ശക്തിയുണ്ട് എന്നും ഇവിടെ യേശു കാണിക്കുന്നു. ശാബത്തിനു മേൽ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നതിനാൽ അവൻ ദൈവമാണ് എന്ന സൂചനയും ഇവിടെ നൽകുന്നു. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദിവസം ആശംസിക്കുന്നു.